വി ഡി സതീശന് പിന്തുണയുമായി കോൺഗ്രസ് പ്രവർത്തകർ. വി ഡി സതീശന്റെ ആലുവയിലെ വീട്ടിലാണ് പ്രവർത്തകർ എത്തിയത്. എറണാകുളം എം.എൽ.എ. ടി ജെ വിനോദും തൃപ്പൂണിത്തുറ എം.എൽ.എ. ദീപക് ജോയും സതീശന്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തി. കിരൺകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. കിരൺ, ഇന്നലെ വൈകിട്ട് കണ്ടതാണ് എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ DCC ഓഫീസിലുമൊക്കെ വി ഡി സതീശന് പ്രവർത്തകർ ഒരുക്കിയ ആവേശോജ്വലമായൊരു സ്വീകരണം. MLA-മാരും പ്രവർത്തകരും ഒക്കെ കൂടെയുണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് ഓരോ നേതാക്കളും, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരുമെന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജില്ല കൂടിയാണ് എറണാകുളം. ആ എറണാകുളം ജില്ല തൂത്തുവാരിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ആ സാഹചര്യത്തിലാണ് MLA-മാരും പ്രവർത്തകരും ഒക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അമ്പിളി, ഇന്നലെ കണ്ടതിന് സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയായിരുന്നു ഇന്ന് ആലുവ ദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലും കണ്ടത്. രാവിലെ മുതൽ തന്നെ നിരവധി പ്രവർത്തകരാണ് അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കാനും പിന്തുണ അറിയിക്കാനുമായിട്ടൊക്കെ എത്തിക്കൊണ്ടിരുന്നത്. ഇന്നലെ ഈ പ്രവർത്തകർ ഉന്നയിച്ചിരുന്ന അതേ ഒരു കാര്യം, CM എന്നുള്ളൊരു വാദം ഉന്നയിച്ച് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആവണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് പ്രവർത്തകർ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നത്. ഇതിനിടയിൽ തന്നെയാണ് എറണാകുളം MLA ടി ജെ വിനോദും ഒപ്പം തൃപ്പൂണിത്തുറ MLA ദീപക് ജോയും അദ്ദേഹത്തെ കാണാനായിട്ട് എത്തിയിരുന്നത്. സ്വകാര്യ സന്ദർശനമാണ് എന്നുള്ളൊരു കാര്യമാണ് ഇരുവരും അദ്ദേഹത്തെ കൂടിക്കാഴ്ച കണ്ടതിന് ശേഷം പ്രതികരിച്ചത്. ടി ജെ വിനോദ് ഈ കാര്യത്തിൽ പ്രതികരിക്കാനായിട്ട് കൂടുതലായി തയ്യാറായില്ല. എന്നാൽ ദീപക് ജോയ് ഈ വി ഡി സതീശനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയുണ്ടായിരുന്നു. സ്വകാര്യ സന്ദർശനമാണ്. വിജയത്തിന് ശേഷം അദ്ദേഹം മുതിർന്ന നേതാക്കളെല്ലാം തന്നെ കണ്ടിരുന്നു. ഇന്നലെയും പല നേതാക്കളെയൊക്കെ സന്ദർശിച്ചാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് തന്നെ വി ഡി സതീശനെയും കണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഏതായാലും ഇരുവരുടെയും ഒരു കൂടിക്കാഴ്ച അത് ഈ ഒരു സാഹചര്യത്തിൽ വലിയ ചർച്ച തന്നെ ആവുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യമാണ്, അതായത് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണം എന്നുള്ള ഒരു ആവശ്യം ഒരു ഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് MLA-മാരടക്കം അദ്ദേഹത്തെ വീട്ടിൽ വന്ന് കണ്ടുകൊണ്ട് സംസാരിക്കാനായിട്ട് തയ്യാറാകുന്ന ഒരു സാഹചര്യമുള്ളത്. ഏതായാലും ഈ ടി ജെ വിനോദുമായിട്ടോ അല്ലെങ്കിൽ ദീപക് ജോയുമായിട്ടോ എന്താണ് ചർച്ച ചെയ്തത് എന്നുള്ളൊരു കാര്യം വ്യക്തമല്ല. എന്നിരുന്നാൽ പോലും രാവിലെ ഏറെ നേരം ഇരുവരുമായിട്ട് ചർച്ചയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വി ഡി സതീശൻ വീട്ടിലുണ്ട്. അതിനുശേഷം അദ്ദേഹം പറവൂരിലേക്ക് മണ്ഡലത്തിലേക്ക് പോകും. അവിടെയും ചില കൂടിക്കാഴ്ചകൾ ചില പ്രധാന നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുമെന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ്, വൈകിട്ടോടുകൂടി മാത്രമാണ് അദ്ദേഹം ഇന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള റോഡ് ഷോ നടക്കുന്നത്. ഏതായാലും ഇതിനിടയിൽ തന്നെ പല ആളുകളുമായിട്ട് വി ഡി സതീശൻ ഇന്ന് ചർച്ച നടത്തുകയാണ്. അമ്പിളി, കിരൺ, അതോടൊപ്പം തന്നെ ഈ ഹൈക്കമാൻഡ് നിരീക്ഷകർ ഉടൻ തന്നെ സംസ്ഥാനത്തേക്ക് എത്തും. ഇന്നലെ ഷിയാസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വലിയൊരു സ്വീകരണം നൽകി. ഈ സാഹചര്യത്തിൽ MLA-മാരുടെ ഒരു പിന്തുണ ഉറപ്പിക്കേണ്ടതുണ്ട്. ഒബ്സർവേഴ്സ് വന്നാൽ എന്തായാലും ഇവിടുത്തെ സംസ്ഥാനത്തെ MLA-മാരോട് സംസാരിക്കും. ഒപ്പം തന്നെ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം, കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് നിന്ന സാഹചര്യത്തിലാണ് ഏറ്റവും ഐതിഹാസികമായ ഒരു വിജയം നേടിയിട്ടുള്ളത്. അപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യം ഒക്കെ ഒബ്സർവേഴ്സിന് പരിശോധിക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലാണോ ജില്ലയിലെ MLA-മാർ വി ഡി സതീശനെ നേരിട്ട് കാണാനെത്തുന്നത്? അതായത് എറണാകുളം ജില്ല മാത്രമല്ല, സമീപ ജില്ലകളിലെയും MLA-മാരടക്കമുള്ളവർ ഇന്നലെയും അദ്ദേഹത്തെ സ്വീകരിക്കാൻ കൊച്ചിയിലെത്തിയിരുന്നു. തീർച്ചയായിട്ടും. കാര്യം, ഈ 14 മണ്ഡലങ്ങളിൽ 14 തൂത്തുവാരിക്കൊണ്ടാണ് എറണാകുളം ജില്ലയിൽ UDF വലിയ വിജയം നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ ഈ മുഹമ്മദ് ഷിയാസ് അടക്കം, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനോടക്കം ഒക്കെ സംസാരിക്കുമ്പോൾ ഇവരെ എല്ലാം ഒരു പിന്തുണ അത് വി ഡി സതീശനുണ്ടാകുമെന്നുള്ളൊരു കാര്യം പറയാതെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹമാണ് ഈ കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ നയിച്ചത്. അതുകൊണ്ട് വി ഡി സതീശനെ പിന്തുണക്കേണ്ടതുണ്ട്, അദ്ദേഹത്തെയാണ് പിന്തുണയ്ക്കുന്നത്. എന്നാൽ ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അന്തിമം എന്നുള്ളൊരു നിലപാടാണ് പല MLA-മാരും എറണാകുളം ജില്ലയിലുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ അദ്ദേഹം എറണാകുളം ജില്ലയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മുതൽ വി ഡി സതീശനോടൊപ്പം മുതിർന്ന ഈ MLA-മാരെല്ലാവരും ഉണ്ട്. എന്നാൽ പോലും ഈ രമേശ് ചെന്നിത്തലയോട് അനുഭാവം പുലർത്തുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പമുണ്ട് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ സംശയിക്കുന്ന ഒരാളാണ് ടി ജെ വിനോദ്. ടി ജെ വിനോദിനെ ഇന്ന് അദ്ദേഹം നേരിട്ട് തന്നെ കണ്ടുകൊണ്ട് ഏതായാലും തനിക്ക് പിന്തുണ വേണം എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ജില്ലയിലെ 14 MLA-മാരുടെയും പിന്തുണ അത് വി ഡി സതീശന് തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള, അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. അതിന് മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റാണ്, അദ്ദേഹം നിയുക്ത MLA കൂടിയാണ്. അദ്ദേഹത്തിന്റെ അടക്കം ഭാഗത്തു നിന്നും ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്പിളി.
ശരി, വി ഡി സതീശന് പിന്തുണയുമായി കോൺഗ്രസ് പ്രവർത്തകർ. വി ഡി സതീശന്റെ ആലുവയിലെ വീട്ടിലാണ് പ്രവർത്തകരെത്തിയത്. എറണാകുളം MLA TJ വിനോദും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ MLA ദീപക് ജോയും സതീശന്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തി. ഇന്ന് വൈകിട്ട് ആണ് അദ്ദേഹം പറവൂരിലേക്ക് എത്തുക. അവിടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ഒപ്പം തന്നെ കോൺഗ്രസിൽ വി ഡി സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ കൂടുതൽ MLA-മാരുടെ പിന്തുണ തേടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഓരോ MLA-മാരോടും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിക്കണമെന്നാണ് ഹൈക്കമാൻഡ് ഇങ്ങോട്ട് സംസ്ഥാനത്തേക്ക് വിടുന്ന നിരീക്ഷകരോട് വി ഡി സതീശൻ ആവശ്യപ്പെട്ടത് എന്നതടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. കിരൺകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.